ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴവും ചെറുനാരങ്ങയും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള അച്ചാറാണ്. അപ്പോൾ ഞാനൊരു 10-12 ചെറുനാരങ്ങ കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവ് എത്രത്തോളം വേണം അത്രത്തോളം പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഈത്തപ്പഴം, സാധാ ഈത്തപ്പഴം കുരുകളിനെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് കുരുകളിനതാണ്. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഈത്തപ്പഴം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൊടികളായിട്ട് മുളക് പൊടി, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, കായപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വേണം. അപ്പോൾ നമ്മുടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ബെസ്റ്റ്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഞാൻ ഒരുമിച്ച് അങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച പൊടികളെല്ലാം ഒരുമിച്ച് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടി അങ്ങനെ ഒരുപാട് മൂക്കാനൊന്നും വെക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമൊന്ന് വഴറ്റിയ ശേഷം ചേർത്ത് നമ്മൾ കേട്ടോ. ഉപ്പ് എന്തായാലും നമുക്ക് അവസാനം ചേർക്കേണ്ടി വരും. കുറച്ച് മാത്രമാണ് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ചേർക്കാം. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അരയാനൊന്നും ഒരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് ക്രഷായി കിട്ടി. അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം അരഞ്ഞു വരുമ്പോൾ ഒരു പരുവായിരിക്കില്ല, അതൊന്ന് മിക്സാകാൻ കുറച്ച് പാടുപെടും. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഒരുപാട് വിനാഗിരി ചേർക്കുന്നതോട് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ ഒരു ചെറിയൊരു കയ്പൊക്കെയുള്ള ഒരു അച്ചാറാണ്. ഇതിരിക്കും തോറും നമുക്ക് ആ കയ്പങ്ങ് മാറിയിട്ട് നല്ല സ്വീറ്റും ആ ഒരു പുളിയും മാത്രമായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കടുക് പരിപ്പ്. ഇങ്ങനെ അച്ചാറിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ, നല്ല ഭംഗിയല്ലേ, ഒരു ചെറിയൊരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ പച്ചക്കടുക് നമ്മൾ അമ്മയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് പരിപ്പൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അവസാനമായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴത്തിന് ഓൾറെഡി മധുരമാണ്, പക്ഷേങ്കിൽ പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു വിനാഗിരിയുടെ പുളിപ്പും എല്ലാം കൂടി ഒരു ബാലൻസ് ആകും. പിന്നെ പഞ്ചസാര ഒന്ന് അലിഞ്ഞിട്ട് ചെറിയൊരു ഗ്രേവി കൂടി നമുക്ക് കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ പഞ്ചസാര ചേർത്തത്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്താ പറയുക, ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ എന്തായാലും കഴിക്കും. കാരണം മധുരവും പുളിയും കയ്പും ഒക്കെയുള്ളൊരു അച്ചാറാണ്. ഇരിക്കുന്തോറും ആ കയ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ലൊരു അടിപൊളി അച്ചാറായിട്ട് കിട്ടും കേട്ടോ. നല്ലെണ്ണ ആയതുകൊണ്ട് കേടും വരില്ല. എത്ര ദിവസം വേണ്ടിയിട്ടും നമുക്കിത് സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടാകുമ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിറ്റേന്നാണ് നമ്മുടെ അച്ചാർ ഞാൻ കണ്ടെയ്നറിലാക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് കണ്ടില്ലേ നമ്മുടെ അച്ചാറിൻ്റെ ടെക്സ്ചർ. ഇനി ഇത് നമ്മൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അച്ചാറാണ് ഈത്തപ്പഴം ചെറുനാരങ്ങ മിക്സഡ് ആയിട്ടുള്ളൊരു അച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.